രാഷ്ട്രീയ വിവാദങ്ങളും ആഭ്യന്തരമായിട്ട് പെഹൽഗാം സംഭവത്തിൽ നടത്തിയ പ്രതികരണത്തെ ചൊല്ലി ഇന്ത്യ മുന്നണിയിൽ ഭിന്നത. രാജ്യം സങ്കീർണ സാഹചര്യത്തിലൂടെ കടന്നുപോകുമ്പോൾ കോൺഗ്രസിന്റെ വിമർശനങ്ങൾ അതിരുകടന്നുവെന്നാണ് ഘടകകക്ഷികളുടെ നിലപാട്. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള കോൺഗ്രസിനെ വിമർശിച്ച് രംഗത്തെത്തി. പിന്നാലെയാണ് നേതാക്കളുടെ പ്രതികരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറായത്. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, പ്രധാനമന്ത്രിക്കെതിരായി ഉയർത്തിയ പോസ്റ്റ്, എക്സിലെ പോസ്റ്റ് തന്നെ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ, കഴിഞ്ഞ 1-2 ദിവസം കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിന്നോക്കം പോകേണ്ടതായി വരുന്നു പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ഘടകകക്ഷികളുടെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ? അപർണ, തീർച്ചയായും കോൺഗ്രസിന് പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില വിമർശനങ്ങൾ അതിര് കടന്നുപോയി എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് പാർട്ടി തന്നെ നടത്തിയിട്ടുണ്ട്. അത് മുന്നണിക്കകത്തുനിന്നുണ്ടാകുന്ന പ്രതിഷേധത്തിനപ്പുറം കോൺഗ്രസ് ഒരു സ്വയം വിലയിരുത്തലും ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. ഇതാണ് ഇന്നലെ KC വേണുഗോപാൽ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കുന്നതിന് കാരണം. പാർട്ടി നേതാക്കൾക്ക് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശമാണ് ഈ പെഹൽഗാം സംഭവത്തിൽ പ്രതികരണം നടത്തുമ്പോൾ പാർട്ടി നൽകിയിരിക്കുന്നത്. കാരണം അത് അതിര് കടന്നുപോയി. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ തലയില്ലാത്ത തരത്തിലുള്ള ഒരു ചിത്രം പ്രചരിപ്പിച്ച വിഷയത്തിലടക്കം വലിയ പ്രതിഷേധമുണ്ടായി. ഇന്നലെ അത് സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് കോൺഗ്രസ് പിൻവലിച്ചിരുന്നു. ഇതിന് പുറമെ തുടർ പ്രതികരണങ്ങളും ഇപ്പോൾ വളരെ ജാഗ്രതയോടെ നടത്തണം എന്നതാണ് നീക്കം. പ്രത്യേകിച്ച് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയെ പോലെയുള്ളവർ ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. എവിടെ പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രി ഡൽഹിയിൽ തന്നെ ഉണ്ട് എന്ന മറുപടി ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ ഉയരുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം മായാവതി അടക്കമുള്ളവർ ശക്തമായ പ്രതിഷേധം ഉയർന്നു. അങ്ങനെ കോൺഗ്രസ് ഈ വിഷയത്തിൽ അല്പം അതിര് കടന്നു പോകുന്നു എന്ന വിലയിരുത്തൽ ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെയുണ്ട്. കാരണം സങ്കീർണ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ ഈ കോൺഗ്രസിന്റെ വിമർശനങ്ങൾ ആയുധമാക്കുന്നു. ഈ തരത്തിൽ ഇന്ത്യക്കെതിരായ ഒരു നീക്കത്തിന് ഇത്തരം വഴിമരുന്നിട്ട് കൊടുക്കുന്ന നീക്കങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്ന സാഹചര്യമാണ് പൊതുവിലുണ്ടായത്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ഇതിനെ കൈകാര്യം ചെയ്യാനാണ് കോൺഗ്രസിന്റെ നീക്കം. അതുകൊണ്ട് കോൺഗ്രസ് ഇനി കരുതലോടെ മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ പ്രതികരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അതിനിടെ ഇന്ത്യക്കെതിരെ പാക് അനുകൂല സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ തെറ്റായ പ്രചരണവും നടക്കുന്നു. പഹൽഗാം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കരസേനയുടെ വടക്കൻ കമാൻഡറെ മാറ്റിയെന്ന തെറ്റായ വാർത്തയാണ് പ്രചരിക്കപ്പെടുന്നത്. ഇന്ത്യക്കെതിരെ ഇസ്രയേൽ രംഗത്തെത്തിയെന്ന തരത്തിൽ ഇസ്രയേൽ എംബസിയുടെ പേരിലും വ്യാജ വാർത്ത പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇതിനെതിരെ ഇസ്രയേലും രംഗത്തെത്തി. സജിത്തിലേക്ക് വീണ്ടും. സജിത്ത്, ഒരു യുദ്ധം ആസന്നമാകുകയാണ്, അല്ലെങ്കിൽ ഒരു തിരിച്ചടിയിലേക്ക് ഇന്ത്യ കടക്കുകയാണെന്നുള്ളത് ഇപ്പോൾ തന്നെ ആഭ്യന്തര രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉടർന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ജനങ്ങൾക്കിടയിൽ ഭരണകൂടത്തിന് സ്വാധീനമുണ്ടാക്കുക അല്ലെങ്കിൽ സ്വീകാര്യത കൂട്ടാൻ ഈ തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടത്തുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെയാണോ പാക് ഭരണകൂടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? സമൂഹ മാധ്യമങ്ങളിൽ പാകിസ്ഥാൻ ബോധപൂർവമായി നീക്കം നടത്തുന്നു എന്നതാണ് ഇന്ത്യ സംശയിക്കുന്ന കാര്യം. അതുകൊണ്ട് കൂടിയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രധാനമായും വടക്കൻ കമാൻഡർ, കരസേനയുടെ വടക്കൻ കമാൻഡറെ ഇന്ത്യ മാറ്റി പെഹൽഗാം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ, തിരിച്ചടിയുണ്ടായ, സുരക്ഷാ വീഴ്ചയുണ്ടായ പശ്ചാത്തലത്തിൽ ഇന്ത്യ അത്തരമൊരു നടപടി എടുത്തു എന്ന തരത്തിൽ തെറ്റായ പ്രചരണം നടത്തുന്നു. ഇത് വളരെ തെറ്റാണ് എന്ന് കാണിച്ചുകൊണ്ട് PIBയും ഫാക്ട് ചെക്ക് വിഭാഗം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ ഇസ്രയേൽ ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നു എന്ന തരത്തിലും പ്രചരണമുണ്ട്. ഇസ്രയേൽ എംബസിയുടെ പേരിലാണ് ഈ തെറ്റായ വാർത്തകൾ രംഗത്ത് വരികയും ചെയ്തത്. ഇതിനെതിരെ ഇസ്രയേൽ എംബസി തന്നെ ഈ വാർത്തകൾ തെറ്റാണ് എന്ന വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇങ്ങനെ ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്താൻ പാക് അനുകൂല കേന്ദ്രങ്ങൾ നീക്കം നടത്തുന്നു എന്നതാണ് സംശയിക്കപ്പെടുന്നത്. ഇത് സംബന്ധിച്ച വളരെ കരുതലോടെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നീക്കം. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ പൊതുവിൽ ഇന്ത്യ കണക്കുകൾ അവതരിപ്പിക്കാതെ, ഇന്ത്യ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ പാകിസ്ഥാൻ വിരുദ്ധ നീക്കം നടത്തുന്നു എന്ന തരത്തിലേക്ക് പ്രചരണം കൊണ്ടുവരാൻ പാക് കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളെയും അവർ ഉപയോഗിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു നീക്കം എന്നതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തകൾ തെറ്റെന്ന് പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ത്യയും രംഗത്ത് വരുന്നത്. PIB ഇക്കാര്യത്തിൽ പ്രത്യേക വാർത്താക്കുറിപ്പ് പുറത്തിറക്കിക്കൊണ്ട് ഇക്കാര്യങ്ങളിൽ വലിയ തെറ്റായ പ്രചരണം നടക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നതിനെ ചെയ്യുന്നുണ്ട്. സജിത്ത്, തുടരുക. പാക് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മേഘാലയയിലെ അതിർത്തി മേഖലയിലും ജാഗ്രത ശക്തമാക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം ഉണ്ടാകുമോ എന്ന് കരുതിയാണ് ജാഗ്രതാ നീക്കം. മേഖലയിൽ സൈന്യം പരിശോധന ശക്തമാക്കി. Right now, in fact, everything is in order, and the meeting with the
concerned central agencies like BSF and others. We are always in touch, and the state government, the DGP, in the DGP's level, then Chief Secretary's level, we do have a meeting. We are closely monitoring the situation of the international border with Bangladesh, because we knew the situation is very, very fluid. So therefore, even from the government side, we have already instructed all the traditional heads, the village authorities, to cooperate with the agencies so that we'll be safe, and then no infiltrator should be allowed at this point of time to enter the boundary of India. സജിത്തിലേക്ക് വീണ്ടും. സജിത്ത്, ചൈനയുടെ നിലപാട് ഒരു വശത്തുണ്ട്. അതായത് അങ്ങനെ ഒരു യുദ്ധസന്നാഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ മറ്റ് അയൽ രാജ്യങ്ങൾ എടുക്കുന്ന നിലപാടൊക്കെ വിഷയമാകുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ അതിർത്തികളിലും കൂടുതൽ ജാഗ്രത വേണം എന്നുള്ളൊരു നിലപാടിലേക്ക് കൂടി ഇന്ത്യ കടക്കുകയാണോ? ഒരു പക്ഷേ പാകിസ്ഥാൻ അപ്പുറത്തേക്ക് കൂടുതൽ കരുതൽ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കൂടി ഉണ്ടാകണം എന്ന് ഇന്ത്യ കരുതുന്നുണ്ടാകുമോ? ഏത് തരത്തിലാണ് കാണേണ്ടത്? ഇക്കാര്യത്തിൽ അപർണ, സങ്കീർണ സാഹചര്യങ്ങൾ നിരവധിയുണ്ട്. കാരണം പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം അത് കാലങ്ങളായി പ്രതിസന്ധി നിൽക്കുന്നതാണ്. കാശ്മീർ അടക്കമുള്ള തർക്ക വിഷയങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ബംഗ്ലാദേശുമായി ഇന്ത്യക്ക് എക്കാലവും നല്ല ബന്ധമായിരുന്നു. പക്ഷേ ആ ബന്ധത്തിന് മാറ്റമുണ്ടായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ബംഗ്ലാദേശിലെ ഭരണമാറ്റവും അവിടുത്തെ ആഭ്യന്തര സംഘർഷവും ഒക്കെ ഇന്ത്യക്കെതിരായ നീക്കം കൂടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാനുമായി ഇന്ത്യക്ക് ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാകുമ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയും ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അവിടെ നിന്നും നുഴഞ്ഞുകയറ്റമോ മറ്റു നീക്കങ്ങളോ ഉണ്ടായേക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ബംഗ്ലാദേശ് അതിർത്തിയിലും ജാഗ്രതാ നീക്കങ്ങൾ ഉണ്ടാവുന്നത്. മേഘാലയ അടക്കമുള്ള മറ്റിടങ്ങളിലും പശ്ചിമ ബംഗാളിൻ്റെ മേഖലകളിലുമൊക്കെ ആ തരത്തിൽ ബംഗ്ലാ അതിർത്തിയിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകാനാണ് നീക്കമുണ്ടാവുന്നത്. അതുകൊണ്ട് ആ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും ശക്തമാക്കുന്നുണ്ട്. പ്രദേശവാസികൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അന്താരാഷ്ട്ര അതിർത്തിയിൽ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ചൈനയും പാകിസ്ഥാനും തമ്മിൽ കൂടുതൽ അടുക്കുന്നു. ചൈനയുടെ നിലപാടുകൾ ഈ പെഹൽഗാം വിഷയത്തിൽ പാകിസ്ഥാൻ അനുകൂലമാണ് തുടങ്ങിയ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടി വളരെ ജാഗ്രതയോടുകൂടിയാണ് മറ്റ് അതിർത്തികളും കൈകാര്യം ചെയ്യുന്നത്. 500-ലധികം കിലോമീറ്റർ വരുന്ന പാക് അതിർത്തി മാത്രമല്ല, മറ്റ് അതിർത്തികളിലും കൂടുതൽ ജാഗ്രതയോടെ നിൽക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കം. ആ നീക്കത്തിന്റെ ഭാഗമായുള്ള തുടർ നീക്കങ്ങളൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ സജീവമാണ് താൻ. സജിത്ത് വിവരങ്ങൾ നൽകിയത്.